നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിലബസ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം തൊട്ട് LDC മെയിൻസിന്റെയോ LDC പ്രിലിംസിന്റെയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സിലബസും ചേർത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് എന്താണ്? അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണല്ലോ. അപ്പം അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് നമുക്കറിയാം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കാര്യം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്ന ബുക്കാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ പോയിന്റ്സും, ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ ചർച്ച ചെയ്യും. നമുക്കറിയാം ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ എക്സാമിനൊക്കെ എന്താണ് ചോദിക്കുന്നത്? കാര്യകാരണ സഹിതം. ഇപ്പം തന്നെ പ്രിലിംസിൻ്റെ 5th സ്റ്റേജിലൊക്കെ ഓരോ കാര്യകാരണ സഹിതമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തു വെച്ചാൽ നോക്കി കാണാൻ സാധിക്കുന്നത് ഓരോന്നിൻ്റെയും എന്തുകൊണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഫാക്റ്റും നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആ രീതിയിലുള്ള പഠനമായിരിക്കും. അപ്പോൾ ഏത് ലെവൽ എക്സാംസിനും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇംഗ്ലീഷ് കണ്ടിട്ട് ആരും ഇട്ടിട്ട് പോകുമൊന്നും വേണ്ട, കാരണം ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് മലയാളം വേർഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ പതുക്കെ നമ്മൾ ഓരോ പോയിന്റ് പറയത്തുള്ളൂ, എക്സ്പ്ലനേഷൻ തന്നേ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് സമയം അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻസിൻ്റെ വരവ് തൊട്ടാണ്. അപ്പോൾ കേരളത്തിലേക്കുള്ള യൂറോപ്യൻസിൻ്റെ വരമാണ് നമ്മളോട് സിലബസിൽ ചോദിച്ചിരിക്കുന്നതെങ്കിലും നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻസ്, അവരുടെ ആ കോൺട്രിബ്യൂഷൻസ് അതെല്ലാം ഒന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ കേരളത്തിലെ ഫോക്കസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു പറഞ്ഞു പോകുന്ന പോക്കിൽ നമ്മൾ കേരളവും കൂടെ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ പോയിന്റ്സും നമ്മൾ ഈ ഒരു സ്ലൈഡിനകത്ത് കാണിച്ചിട്ടില്ല. പറയുന്ന പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ 1-2 വട്ടം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സ്ലൈഡ് പോലെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതായത് ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവ്. അത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത്, അവിടെയാണ് കഥ തുടങ്ങുന്നത്. അപ്പം നമുക്കറിയാം 7ാമത്തെ സെഞ്ച്വറി ആയപ്പോഴേക്കും റോമൻ എംപയറൊക്കെ പതുക്കെ തകർന്നു തുടങ്ങിയിരുന്നു. 7ാമത്തെ സെഞ്ച്വറി ആയപ്പോഴേക്കും റോമൻ എംപയറൊക്കെ പതുക്കെ തകർന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ഈജിപ്റ്റ്, പേർഷ്യ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം, അല്ലെങ്കിൽ സിറിയ, ഓക്സസ് വാലി അങ്ങനെ തുടങ്ങുന്ന സ്ഥലങ്ങൾ, ഈജിപ്തിൻ്റെ പാർട്ട് അങ്ങനെ ഓർക്കുക. പേർഷ്യ, ഈജിപ്റ്റ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ആരുടെ കൺട്രോളിലായി? അറബ്സിൻ്റെ കൺട്രോളിലായിട്ട് വരുന്ന സമയമായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പേർഷ്യ, ഈജിപ്റ്റ്, ആ ഒരു പോർഷൻ. അപ്പോൾ അവിടെ എല്ലാം അറബ്സിൻ്റെ കൺട്രോൾ വന്നതോടുകൂടി യൂറോപ്യൻസിന് നമ്മുടെ രാജ്യവുമായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങ് വിച്ഛേദിക്കപ്പെട്ടു. അതാണ് സത്യം. അപ്പം ഇന്ത്യയിലെ കാര്യം നമുക്കറിയാലോ, സ്പൈസസ് ആണെങ്കിലും സിൽക്ക് ആണെങ്കിലും പല പ്രഷ്യസ് സ്റ്റോൺസ് ആണെങ്കിലും ഒരുപാടുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻസ് വൻതോതിൽ ഇവിടവുമായിട്ട് കച്ചവടം പണ്ട് നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു ഈജിപ്റ്റ്, പേർഷ്യ റീജിയനൊക്കെ ആര് പിടിച്ചെടുത്തതോട്? അറബ്സ് പിടിച്ചെടുത്തതോടുകൂടി അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതായത് യൂറോപ്യൻസിന് നമ്മുടെ രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് അങ്ങ് നിന്നു. എന്ത് കാരണം? നമ്മുടെ ഈജിപ്റ്റ്, പേർഷ്യ, സിറിയ ആ ഒരു ഏരിയ മുഴുവൻ അറബ്സിൻ്റെ അണ്ടറിലായതോടുകൂടി. പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. അതും എന്തിന് കാരണമായിട്ട് മാറി? യൂറോപ്യൻസിന് നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള ഒരു കച്ചവട ബന്ധം തകരാനായിട്ട് കാരണമായി. അപ്പോൾ യൂറോപ്യൻസിന് ഇന്ത്യയുമായിട്ടുള്ള കച്ചവട ബന്ധം തകരാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, 7ാം സെഞ്ച്വറിയിൽ റോമൻ എംപയർ തകർന്നു തുടങ്ങുന്നു. അതുപോലെ തന്നെ എന്താണ്, ഈജിപ്റ്റും പേർഷ്യ, സിറിയ ആ ഒരു റീജിയൻ മൊത്തം അറബ്സിൻ്റെ കൺട്രോളിലേക്ക് വന്നതോടുകൂടി യൂറോപ്യൻസിന് ഇന്ത്യയുമായിട്ടുള്ള ഒരു കച്ചവട ബന്ധം അവസാനിക്കുന്നു. അതുപോലെ ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ കൊണ്ട് തീരുകയാണ്. അതുപോലെ തന്നെ 1453 വർഷം പഠിച്ചു വെക്കുക. 1453 തുർക്കികൾ എന്ത് പിടിച്ചടക്കി? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി ഈ ഒരു അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നടപ്പായി. അതായത് യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ പോയിന്റ്സ് ആണ് കേട്ടോ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ കൊമേഴ്ഷ്യൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യൂറോപ്പ് വെർ വെരി ഓൾഡ് വയ ദ ലാൻഡ് റൂട്ട് either
through the Oxus Valley or Syria or Egypt. With the discovery of new sea route via Cape of Good Hope by Vasco da Gama in 1498, trade increased and many trading companies came to India and establishing their trading centers. അപ്പം നമുക്ക് ഹിസ്റ്ററി എല്ലാം അറിയാം. എന്താ കാര്യം? അതായത് 1487 അപ്പം 53 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. 1487 എന്ത് സംഭവിക്കുന്നത്? പോർച്ചുഗീസുകാരനായ ഒരു നാവിഗേറ്റർ, അദ്ദേഹത്തിൻ്റെ പേരാണ് ബർത്തലോമ്യൂ ഡയാസ്. എന്താണ് ബർത്തലോമ്യൂ ഡയാസ് എന്ത് കണ്ടുപിടിക്കുന്നത്? അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിക്കറങ്ങിയത്. എന്താണ്? 1487 ആദ്യമായി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയും. എന്താണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിക്കറങ്ങിയത് ആരാണ്? ബർത്തലോമിയോ ഡയസ്. അപ്പൊ ചില ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് ഇതിന്റെ വർഷത്തിനകത്ത് വ്യത്യാസമുണ്ട്. 1488 എന്നും ചില ടെക്സ്റ്റ് ബുക്കിൽ കാണാറുണ്ട്. അപ്പോൾ സ്പെക്ട്രം ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 87 എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ബർത്തലോമിയോ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിക്കറങ്ങിയ വർഷം ഏതെന്ന് ചോദിക്കുമ്പോൾ 88 ഉണ്ടെങ്കിൽ കറക്റ്റ് അത് എഴുതുക. ഇപ്പോൾ കേരള PSC ഒക്കെ ഒരു രീതി അനുസരിച്ചിട്ട് അവർക്കൊരു ആൻസർ കീ ഉണ്ട്. അത് 88 ആണെങ്കിൽ അങ്ങനെ എഴുതുക. അത് വേറെ എന്തെങ്കിലും എക്സാംസ് KS ഒക്കെ ചോദിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് 87 എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ 87 എന്ന് എഴുതുക. അപ്പോൾ 1487 പോർച്ചുഗീസ് നാവിഗേറ്ററായ ബർത്തലോമിയോ ഡയസ് എന്ത് ചെയ്യുന്നു? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിക്കറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ മറ്റൊരു പോയിന്റ് കൂടെ പഠിച്ചു വെക്കുക. ഒരു പോയിന്റ് കൂടെ പറയാം. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയതും ഒരു പോർച്ചുഗീസ് സഞ്ചാരിയാണ്. അദ്ദേഹത്തിന്റെ പേര് പെറോഡ കോവിൽഹ എന്നാണ്. എന്താണ്? ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ബർത്തലോമിയോ ഡയസ്. അതുപോലെ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? പെറോഡ കോവിൽഹയാണ് കേട്ടോ. പെറോഡ കോവിൽഹയാണ് കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി നോക്കാം. നമ്മുടെ അറിവിൽ എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസുകാരൻ ആരായിരുന്നു? വാസ്കോ ഡ ഗാമയായിരുന്നു അല്ലേ. അപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിക്കറങ്ങി പുതിയൊരു കടൽ, അതായത് പുതിയതായിട്ട് കണ്ടുപിടിച്ചത് ബർത്തലോമിയോ ഡയസ് ആണെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ എത്തിയില്ലായിരുന്നു. അപ്പം അതുവഴി ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തുന്നത് ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. എന്നാണ് വന്നത്? 1498 അദ്ദേഹം എവിടെ എത്തുന്നത്? ഇന്ത്യയിൽ എത്തുന്നത്. അപ്പൊ 1498 മെയ് 20 അദ്ദേഹം എവിടെ എത്തി? കാപ്പാട്, കോഴിക്കോട് കാപ്പാടാണ് കപ്പലിറങ്ങിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കകത്ത് ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഫ്രണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. റോമൻ എംപയർ തകർന്നതും കോൺസ്റ്റാന്റിനോപ്പിൾ 1453 തുർക്കികൾ പിടിച്ചെടുക്കുന്നതും അങ്ങനെ വന്ന ക്രൈസിസും എല്ലാം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ആ സമയത്താണ് ഇവിടെ നമ്മുടെ യൂറോപ്യൻസിൽ എന്താണ് നവോത്ഥാനത്തിൻ്റെ തിരികളൊക്കെ വരുന്നത്. അതായത് കപ്പൽ നിർമ്മാണം അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെയാണ് അവർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയും അങ്ങനെ ആരാണ്? ബർത്തലോമിയോ ഡയസ് നമ്മുടെ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിക്കടങ്ങുന്നു. എന്നാൽ ആദ്യമായി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഇന്ത്യയിലെത്തിയത് വാസ്കോ ഡ ഗാമയാണ്. അത് 1498 മെയ് 20 ഇത് ഇത്രയും ഇൻട്രഡക്ഷൻ ആണ്. ഇനി ബാക്കി ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The Portuguese were the first Europeans to arrive in India and the last to leave. നമുക്കറിയാം പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരും അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാരും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഓരോ പോയിന്റ്സ് ശ്രദ്ധിക്കുക. 1498 വാസ്കോ ഡ ഗാമ ഓഫ് പോർച്ചുഗൽ ഡിസ്കവേർഡ് എ ന്യൂ സീ റൂട്ട് ഫ്രം യൂറോപ്പ് ടു ഇന്ത്യ. ഹി സെയിൽഡ് അറൌണ്ട് ആഫ്രിക്ക വയ ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആൻഡ് റീച്ച്ഡ് കാലിക്കറ്റ്. ഇപ്പം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇവിടെ മെയ് 20 എന്നൂടെ നമ്മൾ പഠിച്ചു വെക്കണം. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആയതുകൊണ്ട് നിർബന്ധിക്കുന്നില്ല. 1498 മെയ് 20 അദ്ദേഹം എവിടെ എത്തുന്നത്? കോഴിക്കോട് കാപ്പാട് കപ്പൽ ഇറങ്ങിയത്.
അപ്പൊ ഹി വാസ് വെൽക്കം ബൈ സാമൂരിൻ, അതായത് സാമൂതിരി അദ്ദേഹത്തെ വെൽക്കം ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ വെൽക്കം ചെയ്തത് ആരാണ്? സാമൂതിരി ആയിരുന്നു അല്ലെ. സാമൂതിരി ആരാണ്? കോഴിക്കോട് റൂളർ ആയിരുന്നു, അന്നത്തെ ഹിന്ദു റൂളർ ആയിരുന്നു. അതിനുശേഷം ഇദ്ദേഹം നെക്സ്റ്റ് വർഷം തന്നെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് എന്താ കൊണ്ടുപോയേ? A huge profit from the Indian cargo that was worth of 60 times the cost of his expedition. അദ്ദേഹം ചെലവാക്കിയതിന്റെ 60 ഇരട്ടിയാണ് അദ്ദേഹം തിരികെ ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുപോയത്. അപ്പം ഈ സമയത്ത് ഞാനൊരു കാര്യം കൂടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പം ഇവരുടെ വരവോടുകൂടിയാണ് യൂറോപ്യൻസ് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയത് അല്ലേ. അതിനുശേഷം ഓരോ ആൾക്കാരായിട്ട് വരാനായിട്ട് തുടങ്ങി. ഇപ്പൊ ബ്രിട്ടീഷുകാർ വരെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എല്ലാവരും വന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ചെറിയ ലക്ഷ്യവുമായിട്ടാണ് എല്ലാവരും വന്നത്. മലബാർ തീരത്തേക്കുള്ള കച്ചവടം അല്ലെങ്കിൽ ചെറിയ ഒരു കടൽപാത കണ്ടെത്തലൊക്കെ ആയിരുന്നു ഇവരുടെ എല്ലാം ലക്ഷ്യമെങ്കിലും, ചെറിയ കച്ചവടമായിരുന്നു ലക്ഷ്യമെങ്കിലും ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത, ആ സമയത്ത് എന്താണ്, പൊളിറ്റിക്കലി എല്ലായിടവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നന്നായി ഭരിക്കാൻ ആളില്ലാത്തൊരവസ്ഥയുടെ ഒരു തുടക്കമൊക്കെ ആയിരുന്നു പലയിടത്തും. ഇപ്പൊ കേരള ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഓരോ യൂറോപ്യൻസും നമ്മുടെ ഇടയിലേക്ക് വന്നതും ഭരണം പിടിച്ചെടുത്തതും. ബാക്കി നോക്കുക, 1500 ആയപ്പോഴേക്കും, അപ്പൊ 1498 വാസ്കോഡഗാമ വന്നത്. 1500 CE മറ്റൊരു പോർച്ചുഗീസുകാരൻ വന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? പെട്രോ അൽവാരിസ് കബ്രാൾ. അപ്പൊ എല്ലാവർക്കും അൽവാരിസ് കബ്രാൾ എന്നായിരിക്കും എല്ലാവരും വിളിക്കുന്നത് അല്ലെ. പെട്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്ന പുതിയൊരാള് പോർച്ചുഗീസുകാരൻ എവിടെ എത്തുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു. ഹറൈവ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് വാസ്കോ ഡ ഗാമ ഓൾസോ മെയ്ഡ് എ സെക്കൻഡ് ട്രിപ്പ് 1502. 1500 ആര് വന്നു? പെട്രോ അൽവാരിസ് കബ്രാൾ. അപ്പൊ രണ്ടാമത് വന്ന പോർച്ചുഗീസുകാരനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. ആദ്യം വന്നത് വാസ്കോ ഡ ഗാമയാണ് അല്ലെ. 1500 പെട്രോ അൽവാരിസ് കബ്രാൾ ഇന്ത്യയിലെത്തുന്നു. അതിനുശേഷം 1502 ഒരു വട്ടം കൂടെ വാസ്കോ ഡ ഗാമ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. The Portuguese established trading settlement at Calicut, Cochin and Kannur. അപ്പൊ കണ്ണൂരിലും കോഴിക്കോട്ടും കൊച്ചിയിലും എല്ലാം പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ട്രേഡിങ് നടത്താനായിട്ട് തുടങ്ങി. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ പറ്റി പറയുകയാണെങ്കിലോ പല പ്രവിശ്യകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പൊ പ്രവിശ്യകളിലെ ഭരണാധികാരികൾ തമ്മിൽ നല്ല രീതിയിൽ മത്സരം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഈ മത്സരമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഭരണാധികാരിക്ക് മറ്റൊരു ഭരണാധികാരികൾക്കെതിരെ സൈനിക സഹായം നൽകിക്കൊണ്ടാണ് ഇവര് ഒരു കളി ഇങ്ങനെ ആരംഭിക്കുന്നത്. അപ്പൊ ഭരണാധികാരികൾ അവരുടെ കൈകളെ പതുക്കെ നമ്മൾ പറയത്തില്ല പാവ പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സൈനിക സഹായം ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് നിന്ന് അടി ഉണ്ടാക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട ഇവരുടെ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ തദ്ദേശീയരായിട്ടുള്ള ഭരണാധികാരികൾക്കിടയിലും യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും എല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അല്ലെ. അപ്പൊ അത് യൂറോപ്യന്മാർക്ക് ഈ നമ്മുടെ ഇന്ത്യയിലെ ഭരണത്തിൽ ഇടപെടാൻ കൂടുതൽ അവസരങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു കോട്ട സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യന്മാർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു അല്ലെ. അപ്പൊ കേരളത്തിൽ ഒരു കോട്ട സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യന്മാര് പോർച്ചുഗീസുകാരാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ പറയുന്നില്ല, ഈ പറയുന്ന പോക്കില് ഓർക്കുന്ന കാര്യങ്ങൾ അങ്ങ് പറയാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഗവർണർ ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ വാസ് ഫ്രാൻസിസ് ദെ അൽമേഡ. അത് പഠിച്ചു വെക്കുക. ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? പോർച്ചുഗീസ് ഗവർണർ ഇൻ ഇന്ത്യ ആരായിരുന്നു? ഫ്രാൻസിസ് ദെ അൽമേഡ ആയിരുന്നു ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി, അല്ലെങ്കിൽ ആദ്യത്തെ പോർച്ചുഗീസിലെ ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ദെ അൽമേഡ ആയിരുന്നു. എന്നാണ് നിയമിതനായത്? 1505 അപ്പൊ ആദ്യമായിട്ട് വന്നതാരാണെന്ന് പഠിച്ചു, രണ്ടാമത് വന്നതാരാണെന്ന് പഠിച്ചു. രണ്ടാമത് വാസ്കോ ഡ ഗാമ വന്ന വർഷം നമ്മൾ പറഞ്ഞു. അതിനുശേഷം അവർ കൊച്ചിയിലും കാലിക്കറ്റിലും കണ്ണൂരിലും എല്ലാം ട്രേഡിംഗ് സെറ്റിൽമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ട്രേഡിംഗ് സെന്റേഴ്സ് ഒക്കെ തുടങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഫ്രാൻസിസ് ദെ അൽമേഡ എന്ന് പറയുന്ന ആളാണ് പോർച്ചുഗീസ് വൈസ്രോയി, അല്ലെങ്കിൽ ഫസ്റ്റ് ഗവർണർ ഓഫ് ദി പോർച്ചുഗീസ് ഇൻ ഇന്ത്യ വാസ് ഫ്രാൻസിസ് ദെ അൽമേഡ. വർഷം 1505.
അങ്ങനെ 1509 അൽഫോൺസോ ഡെ അൽബുക്കർക്ക് വാസ് മെയ്ഡ് ദ ഗവർണർ ഓഫ് ദി പോർച്ചുഗീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ ആൻഡ് 1510 ഹി ക്യാപ്ചർഡ് ഗോവ ഫ്രം ദ റൂളർ ബീജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തത് ആരാണ്? അൽഫോൺസോ ഡെ അൽബുക്കർക്ക് എന്ന് പറയുന്ന ആളെ ഓർക്കുക. അൽബുക്കർക്കാണ് ബീജാപൂർ സുൽത്താനിൽ നിന്നും 1510 എന്ത് പിടിച്ചെടുത്തത്? ഗോവ പിടിച്ചെടുത്തത്. നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് എന്താണ്? പോർച്ചുഗീസുകാരുടെ ഒരു മേഖലയാണ് അല്ലെ. പോർച്ചുഗീസുകാരുടെ എന്താണ് സെന്റർ ആണെന്ന് നമ്മൾ പറയുന്ന ഒരു സ്ഥലമാണ് ഗോവ. അപ്പൊ ഗോവ ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്? സുൽത്താൻ ഓഫ് ബീജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്നും 1510 ആരാണ് ഗോവ പിടിച്ചെടുത്തത്? ഫ്രാൻസിസ് ഡെ അൽമെയ്ഡ അല്ല, അൽബുക്കർക്കാണ്. തെറ്റിക്കരുത്. 1509 അൽഫോൺസെ ഡെ അൽബുക്കർക്കാണ് 1510 ഗോവ ബീജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. അപ്പൊ ആ സമയത്തെ ഭരണാധികാരി ആരായിരുന്നു? സിക്കന്ദർ ലോധി രാജവംശം. സിക്കന്ദർ ലോധിയുടെ കാലത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ആൻഡ് therefore ഗോവ became the capital of Portuguese settlement in India. അതിനുശേഷം ഗോവ എന്തായിട്ട് മാറി? പോർച്ചുഗീസ് സെറ്റിൽമെന്റ് ഇന്ത്യ, അതായത് പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റൽ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ വന്ന വഴി വാസ്കോ ഡ ഗാമ, അതിനുശേഷം ആരാണ് വന്നത്? അതിനുശേഷം വന്ന ആളാരായിരുന്നു? ശ്രദ്ധിക്കുക, പെട്രോ അൽവാരിസ് കബ്രാൾ വരുന്നു. അതിനുശേഷം പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ ഒന്നുകൂടെ 1502 വന്നു. ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണർ ആയിരുന്നു ഫ്രാൻസിസ് ഡെ അൽമേഡ 1505. അതിനുശേഷം വന്ന ആളായിരുന്നു 1509 അൽഫോൺസോ ഡി അൽബുക്കർക്ക് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഗവർണറായിട്ട് വന്നത്. അദ്ദേഹം 1510 ഗോവ ബീജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്നും പിടിച്ചടക്കി. അതിനുശേഷം ഗോവ എന്തായി മാറി? പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റലായിട്ട് മാറി. ആ സമയം ഭരിച്ചുകൊണ്ടിരുന്ന ആരായിരുന്നു? സിക്കന്ദർ ലോധി ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ഈ പോയിന്റ്സിനകത്ത് ഒരു മാറ്റമില്ല, ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. നോക്കുക, പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് their domination over the entire Asian coast from Hormuz in Persian Gulf to Malacca in Malaya and the Spice Island in Indonesia. നമുക്കറിയാം ഇന്തോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം 1510 ആയപ്പോഴത്തേക്ക് ഗോവ പിടിച്ചെടുത്തു. അതിനുശേഷം അവര് പതുക്കെ ഓരോ ഏഷ്യൻ കോസ്റ്റ് കംപ്ലീറ്റ് എവിടം തൊട്ട് എവിടം വരെ? ഹോർമൂസ് ഇൻ പേർഷ്യൻ ഗൾഫ് ടു മലാക്ക ഇൻ മലായ ആൻഡ് ദ സ്പൈസസ് ഐലൻഡ് ഇൻ ഇന്തോനേഷ്യ. ഇതെല്ലാം ആരുടെ അണ്ടറിലായിട്ട് മാറി? പോർച്ചുഗീസുകാരുടെ അണ്ടറിലായിട്ട് മാറി. അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓഫ് അൽഫോൺസോ ഡെ അൽബുക്കർക്ക് ദ പോർച്ചുഗീസ് വേർ ദ സ്ട്രോങ്ങസ്റ്റ് നേവൽ പവർ ഇൻ ഇന്ത്യ. അതായത് അൽബുക്കർക്കാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇവരുടെ ഒരു റൂളർ എന്ന് പറയുന്നത്. ആ അൽബുക്കർക്കിന്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഏറ്റവും വലിയ നേവൽ പവർ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ പവർ എന്ന് പറയുന്നത് ആരായിട്ട് മാറി? പോർച്ചുഗീസുകാരായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട PSC ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്കാണ്. അപ്പൊ ആദ്യത്തെ ആരാണ്? അൽമേഡ, ഫ്രാൻസിസ് ഡെ അൽമേഡ. രണ്ടാമത്തെ ആളാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ, ഇപ്പൊ നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ഭരണാധികാരി ആരായിരുന്നു? നമ്മുടെ അൽബുക്കർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? അൽബുക്കർക്കാണ്. അതുപോലെ ഏറ്റവും ശക്തനായിട്ട്, അപ്പൊ സ്ഥാപകൻ ഏറ്റവും പവർഫുൾ ആരായിരുന്നു? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയായിരുന്നു? ഇദ്ദേഹം തന്നെ ആയിരുന്നു. അതുപോലെ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞു ആദ്യമായി കോട്ട പണിഞ്ഞത് അല്ലെ, ആദ്യമായിട്ടൊരു കോട്ട പണിഞ്ഞത്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പണിഞ്ഞത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആ കോട്ടയുടെ പേരെന്താണ്? പള്ളിപ്പുറം കോട്ട. വർഷം എന്താണ്? 1503 അല്ലെ. 1503 ആദ്യമായി പള്ളിപ്പുറം കോട്ട പണിഞ്ഞത് ആരാണ്? പോർച്ചുഗീസുകാരനായിട്ടുള്ള ഇദ്ദേഹം ആണ്. അതുപോലെ ഗോവ പിടിച്ചെടുത്തത് ആരാണ്? അൽബുക്കർക്കാണ് അല്ലെ. അതുപോലെ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഓർക്കുക, സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി. ഒന്നുകൂടെ, സതി നിർത്തലാക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ് അല്ലെ, അൽബുക്കർക്കാണ്. അപ്പൊ പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു.
ആദ്യം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മനസ്സിലാവുന്നുണ്ടോ എന്ന്, ഈസി ആണോ എന്ന്. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റും പറഞ്ഞ് എക്സ്ട്രാ പോയിന്റ് പറയുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇനി അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. ഇൻ 1530 ആയപ്പോഴേക്കും അടുത്ത ആള് വന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? നൈനോഡെ കൻഹ captured Diu and Basin from Bahadur Shah of Gujarat. They also established settlement at Salsette, Daman and Bombay on the west coast and at Santom near Madras and Hooghly in Bengal on the east coast. നമുക്കറിയാം മൂന്നാമത്തെ ആളായിരുന്നു ആര്? ഫ്രാൻസിസ് ഡെ അൽമേഡ കഴിഞ്ഞു. അതിനുശേഷം വന്ന ആളായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന ആളാണ് നൈനോഡെ കൻഹ എന്ന് പറയുന്നത്. 1530 നൈനോഡെ കൻഹ ക്യാപ്ചർഡ് ദിയു ആൻഡ് ബേസിൻ ഫ്രം ബഹദൂർ ഷാ ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ബഹദൂർ ഷായിൽ നിന്നും ദിയു ബേസിൻ എല്ലാം പിടിച്ചെടുക്കുന്നു. അതുപോലെ സാൽസെറ്റ്, ദാമൻ, ബോംബെ ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് അറ്റ് സാന്തോം നിയർ മദ്രാസ് ആൻഡ് ഹൂഗ്ലി ഇൻ ബംഗാൾ ഓൺ ദി ഈസ്റ്റ് കോസ്റ്റ്. ഇത്രയും പിടിച്ചെടുത്തത് ആരാണ്? ഇദ്ദേഹത്തിന്റെ കാലത്താണ്. 1529 കേട്ടോ ഇദ്ദേഹം വൈസ്രോയി ആയിട്ട് മാറുന്നത്. അതിന് ശേഷം 1530 കാര്യമായി പറയുന്നത്. However, the Portuguese power declined in India by the end of 16th century and they lost all their acquired territories in India except Daman, Diu and Goa. അപ്പോൾ ഏകദേശം 16th സെഞ്ചുറിയൊക്കെ ആയപ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവരെ കൈവിട്ടുപോയി. ഏതൊക്കെ പ്രദേശം ഒഴികെ? ദാമൻ, ദിയു, ഗോവ, ഈ പ്രദേശങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇവരുടെ കയ്യിൽ നിന്നും പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയാനുള്ളത് ബ്ലൂ വാട്ടർ പോളിസി. അത് ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട്. ആ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസിസ് ഡെ അൽമേഡയുടെ ഒരു പോളിസി ആയിരുന്നു, ബ്ലൂ വാട്ടർ പോളിസി. അപ്പം ഞങ്ങൾ മാത്രം മതി, ഈ കടൽ മൊത്തം ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അപ്പം അത് റിലേറ്റ് ചെയ്ത് വന്നതാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. അതപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത്, അത് വിട്ടുപോയി പറയാനായിട്ട്. അപ്പം ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയിട്ട് നോക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കുറേയൊക്കെ അറിയാമല്ലോ. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനി പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻസ് ചോദിക്കാം. ദേ ബോട്ട് ടൊബാക്കോ കൾട്ടിവേഷൻ ടു ഇന്ത്യ. ടൊബാക്കോ കൾട്ടിവേഷൻ കൊണ്ടുവന്നത് ഇവരാണ്. ദേ എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് അറ്റ് ഗോവ. 1556 ആദ്യമായിട്ട് ഗോവയിൽ ഇവർ ഫസ്റ്റിലെ എന്ത് തുടങ്ങി? പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്തു. ദ ഇന്ത്യൻ മെഡിസിനൽ പ്ലാൻസ് വാസ് ദ ഫസ്റ്റ് സയന്റിഫിക് വർക്ക് വിച്ച് വാസ് പബ്ലിഷ്ഡ് അറ്റ് ഗോവ ഇൻ 1563. അതായത് ഇന്ത്യൻ മെഡിസിനൽ പ്ലാൻ എന്ന് പറയുന്ന സയന്റിഫിക് വർക്ക്, ആദ്യത്തെ സയന്റിഫിക് വർക്ക് അവർ പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ഗോവയിലാണ്. വർഷം 1563. അപ്പം ക്ലിയർ ആയിട്ട് ഈ 2 പോയിന്റ് പഠിച്ചു വെക്കുക. അതുപോലെ അവരുടെ കംപ്ലീറ്റ് പോയിന്റ്സും ഞാൻ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സും കൂടെ പുതിയ ആൾക്കാർ നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി നമ്മളോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് 16th സെഞ്ചുറിയിൽ ഇവർ ഡിക്ലൈൻ ആയെന്ന് പറഞ്ഞു തുടങ്ങി അല്ലേ? എന്തൊക്കെ ആയിരിക്കും ഇതിനൊരു കാരണം വേണ്ടേ? ഇവര് പതുക്കെ പോകാനായിട്ടുള്ള കാരണങ്ങൾ അതും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. കാരണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നോക്കുക, ദ ഗവർണർ സക്സീഡഡ് അൽഫോൺസോ ഡി അൽബുക്കർക്ക് വെയർ വീക്ക് ആൻഡ് ലെസ് കോമ്പീറ്റന്റ് വിച്ച് ഇവൻച്വലി ലീഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ദി പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ. ഒന്നാമത്തെ കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു പവർഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപകൻ ആരായിരുന്നു? അൽബുക്കർക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി എന്താവാൻ തുടങ്ങി? പിന്നീട് വന്ന ആൾക്കാരൊന്നും തന്നെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ എംപയർ, അവരുടെ ഒരു രാജഭരണം ഇന്ത്യയിൽ ക്ഷയിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ഇവർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവര് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കി. ഒരുപാട് ആൾക്കാരെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യക്കാരെ ഒരുപാട് പേരെ കൺവേർഷന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അവരുടെ ഒരു അപ്രോച്ച് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്തവരായത് റിലീജിയസ് ആയിട്ടുള്ള ടോളറൻസ് ഇല്ലാതെ വന്നതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ. ഇവരോട് ആൾക്കാർക്കൊരു എതിർപ്പ്, കാരണം ഫോഴ്സ്ഫുള്ളി ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറ്റാനായിട്ട് ശ്രമിച്ചിരുന്നു. The Portuguese administration was more interested in making fortunes for themselves, which resulted in further alienation of the people of India. They were also involved in human അതായത് ഇത്രയും കാര്യം ആലോചിക്കാം. ഇവര് ലോയ്ക്ക് അനുസരിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ഇവർ സ്വന്തമായിട്ട് പല ക്രൂരതകൾ, ശിക്ഷാ നയങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് വളരെ മനുഷ്യത്വപരമല്ലാത്ത രീതിയിലേക്കൊക്കെ മാറാനായിട്ട് തുടങ്ങി. അതുപോലെ ഇവരുടെ ആക്ട് എന്നൊക്കെ പറയുന്നത്, ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആക്ട് ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറയുന്നത് വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, ഇന്ത്യക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കായിരുന്നു. അതുപോലെ തന്നെ ഇവർ തന്നെ കൊള്ള നടത്താനായിട്ട് തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഹിസ്റ്ററിയിലെ പല ബുക്കുകളും പറയുന്നത് ഇവർ കൊള്ളക്കാരായിട്ട് ഇവർ തന്നെ മാറാനായിട്ട് തുടങ്ങിയിരുന്നു. അതുപോലെ
The Portuguese and the Spanish had left the English and the Dutch far behind during the 15th century and the first half of 16th century. But the later half of 16th century, England and Holland and later France, all growing commercial and naval powers, waged a fierce struggle against the Spanish and the Portuguese monopoly of the world trade. In this struggle, the later were subjugated. This also weakened their power in India. അതായത് ഈ 15ാം നൂറ്റാണ്ടിലും 16ാം നൂറ്റാണ്ട് ആദ്യ പകുതിയിലും ഒക്കെ പോർച്ചുഗീസുകാരും സ്പാനിഷുകാരും ഇംഗ്ലീഷുകാരും ഡച്ചുകാരെയൊക്കെ പുറകിലാക്കിയിട്ട് ഇവർ ഫ്രണ്ടിലൊക്കെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. എന്നാൽ 16ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതി ആയപ്പോഴേക്കും ഇംഗ്ലണ്ടും ഹോളണ്ടും പിന്നീട് വളർന്നു വന്ന വാണിജ്യ നാവിക ശക്തികളായ ഫ്രാൻസ്, സ്പാനിഷ് എല്ലാം പോർച്ചുഗീസ് ലോക വ്യാപാര കുത്തക എന്നിവയ്ക്കെതിരെ കടുത്ത പോരാട്ടം നടത്തുകയും ഈ പോരാട്ടത്തിൽ ആര് പിന്നിലായി പോയി? ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പോർച്ചുഗീസുകാർ പിന്നിലായി പോവുകയും ചെയ്തു. അപ്പം ആ ഒരു പോയിന്റും ഇവരുടെ ശക്തി ക്ഷയിക്കാനായിട്ട് കാരണമായിട്ട് തീർന്നു. അതുപോലെ ഓൾസോ ദ മൈറ്റ് ഓഫ് ദി മുഗൾ എംപയർ ആൻഡ് ദ ഗ്രോയിങ് പവർ ഓഫ് ദി മറാത്താസ് ഡിഡ് നോട്ട് ലെറ്റ് ദ പോർച്ചുഗീസ് മെയിൻറ്റെയിൻ ദർ. നമുക്കറിയാം മറാത്താസിനെ അറിയാമല്ലോ, മറാത്ത സാമ്രാജ്യം. അപ്പം അവരുടെ വരവ്, അതുപോലെ മുഗൾ എംപയറിന്റെ ആ ഒരു പവർ, ഇതെല്ലാം ഇവരെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ പോർച്ചുഗീസ് ഡിസ്കവർഡ് ബ്രസീൽ ഇൻ ലാറ്റിൻ അമേരിക്ക ആൻഡ് ബിഗാൻ ടു പേ മച്ച് മോർ അറ്റൻഷൻ ഇറ്റ് ദെൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. അതായത് ബ്രസീൽ കണ്ടെത്തുകയും അവർ അങ്ങോട്ട് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിയതും ഇന്ത്യയിലുള്ള അവരുടെ ഒരു ക്ഷയത്തിന് കാരണമായിട്ട് തീർന്നു. When Portugal came under the Spain in 1580, the Spanish interest predominated over the Portugal interest which were subsequently sidelined. അതായത് പോർച്ചുഗൽ കെയിം അണ്ടർ, സ്പെയിൻ്റെ കീഴിലേക്ക് പോർച്ചുഗൽ വരുന്നത് 1580. അപ്പം സ്പാനിഷിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഇൻട്രസ്റ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം സ്പെയിൻ്റെ കീഴിലേക്ക് പോർച്ചുഗൽ ആ ഒരു രാജ്യം വരുന്നു 1580. അതോടുകൂടി ഇന്ത്യയിലേക്കുള്ള അവരുടെ ശ്രദ്ധ കംപ്ലീറ്റ്ലി പോവുകയാണ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവർ ക്ഷയിക്കാനായിട്ട് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നിന്നൊക്കെ ലഭ്യമാണല്ലോ. ആ എക്സ്ട്രാ പോയിന്റ്സും ഇപ്പം പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ രീതിയിൽ മതിയോ ക്ലാസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റും കൂടെ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കി വന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പം ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്, ഈ രീതിയിൽ മതിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ